മൂന്നാമത് റസൂലുള്ളാഹി പറഞ്ഞു, വഅമലിന്ന, നിങ്ങൾക്ക് നരകത്തിന് വേണ്ടി അധ്വാനിക്കണോ, നരകത്തിന് വേണ്ടി പ്രവർത്തിക്കണോ, കള്ളു കുടിക്കണോ, കുടിച്ചോ, വിഭജിക്കണോ, പൊക്കോ, ഏത് തെറ്റുകളും ചെയ്യണോ, ഒക്കെ ചെയ്തോ. പക്ഷെ ഒരു കാര്യമുണ്ട്, ബിഖദിരി സബരിക്കാല് വഅമലിന്ന, കള്ളുകുടിക്കൽ നരകത്തിന് വേണ്ടിയുള്ള പ്രവൃത്തിയാണ്, വിഭജിക്കൽ നരകത്തിന് വേണ്ടിയുള്ള പ്രവൃത്തിയാണ്. എല്ലാ മദ്യപാനങ്ങളും നിസ്കാര ഇല്ലായ്മയും എല്ലാ തോന്നിവാസങ്ങളും ഒക്കെ ചെയ്യണമെന്നൊക്കെ ചെയ്തോ, പക്ഷേ അതൊക്കെ നരകത്തിന് വേണ്ടിയുള്ള പ്രവൃത്തിയാണ്. അങ്ങനെ ചെയ്യുമ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ബിഖദിരി സബരിക്കാലി, അത് ക്ഷമിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ അധ്വാനിച്ചോ. കള്ളു കുടിക്കാൻ ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ കുടിച്ചോ. പക്ഷേ ഒരു കാര്യമുണ്ട്, നരകത്തിൽ പോയി കിടക്കാനുള്ള ക്ഷമയും നിങ്ങൾക്ക് വേണം. നരകത്തിന്റെ തീ എന്ന് പറഞ്ഞാൽ ദുനിയാവിലെ തീനേക്കാൾ 70 ഇരട്ടി കാഠിന്യമുള്ള തീയാണ്. കള്ളു കുടിക്കാൻ താല്പര്യമുള്ളവർ ആദ്യം ചെയ്യേണ്ടത് ഒരു തീക്കമ്പൊന്ന് ഉരച്ചുക. അത് സ്പാർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ തീപ്പൊരി എന്റെ കയ്യിൽ സ്പർശിക്കുമ്പോൾ, എന്റെ കൈ കൊള്ളുമ്പോൾ എനിക്ക് അസഖ്യമായ വേദനയാണ്. ഉടനെ ഞാൻ നേരെ ഓടുന്നു, തണുത്ത വെള്ളത്തിൽ എന്റെ കൈ കൊണ്ട് മുക്കി വെക്കുന്നു. കാരണം എന്തേ, ക്ഷമിക്കാൻ കഴിയുന്നില്ല. ഇതല്ലേ നമ്മുടെ അവസ്ഥയെങ്കിൽ പിന്നീട് കണ്ടുപിടിക്കരുത്. കാരണം ദുനിയാവിലെ ഒരു തീക്കമ്പിന്റെ കൊള്ളിയുടെ ആ ഒരു അംശം പോലും മേക്കാൻ എനിക്കും നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ കണ്ടുപിടിക്കരുത്. അത് ഏറ്റ് കൈ സ്വന്തം പൊള്ളിച്ച് ക്ഷമയോടെ നിൽക്കാൻ പറ്റും. നരകത്തിൽ പോയി കിടക്കാൻ കുഴപ്പമില്ല, അള്ളാഹ് വന്നതല്ലേ, ഏതായാലും ദുനിയാവിൽ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ, നരകത്തിൽ പോയി കിടക്കാൻ ഞാൻ ക്ഷമയുള്ളവനാണ് എന്ന് പറഞ്ഞ് ക്ഷമിക്കാമെങ്കിൽ അതൊക്കെ ചെയ്തു. ഇത് ശരിക്കും പറഞ്ഞാൽ അർത്ഥവ്യാപ്തിയുള്ള എത്രയോ വിഷയങ്ങളെക്കുറിച്ച് മുൻഗാമികൾക്കും പിൻഗാമികൾക്കും പറ്റുന്ന നിലയ്ക്ക് വ്യക്തമായ ഒരു മെസ്സേജാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഹദീസ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ദുനിയാവ് ടെമ്പററിയാണ്. ഇതിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ റസൂൽ വിശദീകരിച്ചത് എങ്ങനെ, ഈ ദുനിയാവും ആഖിറവും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ദുനിയാവിലെ ജീവിതത്തിന്റെ ആ ഒരു അവസ്ഥയും ആഖിറത്തിന്റെ ജീവിതത്തിന്റെ ഒരു അവസ്ഥയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, വല്ലാഹി മദ്ദുനിയാ ബിൽ ആഖിറ ഇല്ലാ മദ്റുമാ യജഅലു അഹദുകും ഇസ്ബഅഹു ഫിൽ യമ്മി ഫൽയൻദുർ മാ യർജിഉ ഇലൈഹി. വല്ലാഹി മദ്ദുനിയാ ബിൽ ആഖിറ, ആഖിറവുമായി ദുനിയാവിനെ കമ്പയർ ചെയ്യുമ്പോ ഇല്ലാ മിസ്ലുമാ യജഅലു അഹദുകും ഇസ്ബഅഹു ഫിൽ യമ്മ്, നിങ്ങളിൽ ആരെങ്കിലും ഒരാളുടെ ഒരു കൈവിരൽ സമുദ്രത്തിൽ കൊണ്ടുപോയി ഒന്ന് മുക്കുക. എന്റെ ഈ കൈവിരൽ ഞാൻ സമുദ്രത്തിൽ കൊണ്ടുപോയി മുക്കുകയാണ്. ആ വെള്ളത്തിൽ മുക്കിയിട്ട് ആ വിരലിനെ ഞാൻ ഉയർത്തുന്ന സമയത്ത് എത്രത്തോളം ജലകുമിളകളാണ്, ജലത്തിന്റെ കണികകളാണ് എന്റെ കയ്യിൽ നിന്ന് ഉതിർന്നു വീഴുന്നത്. അതേ ഉള്ളൂ ആഖിറവും ദുനിയാവും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ. ആഖിറം സമുദ്ര സമാനമാണെങ്കിൽ അതിൽ നിന്നുള്ള ഏതാനും ചില തുള്ളികൾ മാത്രമേ ദുനിയാവിലെ ജീവിതത്തിൽ ഉള്ളൂ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് നമ്മുടെ ഈ ജീവിതത്തിനെ സംബന്ധിച്ച് മഹാനായ ഒരു കവി പറഞ്ഞ ഒരു വാക്കുകൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. എങ്ങനെയാ നമ്മുടെ ജീവിതം? ഒരു മാലാഖ ചോദിച്ചു. ആരോടാ ചോദിച്ചത്? നൂഹ് നബി അലൈഹി ഇസ്ലാമിനോട്. യാ വലൻ നബിയിന ഉംറൻ കൈഫ വജത്ത ദുനിയ വലദ്ദതഹ, ഈ ദുനിയാവിൽ 1000 കൊല്ലം നിങ്ങൾ ജീവിച്ചില്ലേ? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഒരു മലക്ക് ചോദിക്കുകയാണ്, 1000 കൊല്ലം നിങ്ങൾ ജീവിച്ചു, എങ്ങനെ ഈ ദുനിയാവിൽ നിങ്ങൾ എത്തിച്ചു? ആ സമയത്ത് നൂഹ് നബി അലൈഹി സ്വലാം പറയാണ്, കറജുലിൻ ദഖല ബൈതൻ ലഹു ബാബാനി ഫഖാമ വസ്തൽ ബൈതി ഹനിയതൻ സുമ്മ ഖറജ മിൻ ബാബിൽ ആഖിറ. ഒരു മനുഷ്യൻ, ഇപ്പൊ 2 വാതിലുണ്ട്, അവിടെയും ഒരു വാതിൽ ഇവിടെയും ഒരു വാതിലുണ്ട്. അവിടുന്ന് ഒരാൾ കയറി വന്നു, ഈ പള്ളിയുടെ സെന്ററിൽ അല്പനേരം നിന്നു അല്ലെങ്കിൽ ഇരുന്നു, നേരെ തൊട്ടടുത്ത വാതിലൂടെ കയറിപ്പോയി. ഈ ഒരു അവസ്ഥയെ എന്റെ 1000 കൊല്ലത്തെ ജീവിതത്തിന്റെ ഇടയിൽ ദുനിയാവിൽ എനിക്കുണ്ടായിട്ടുള്ളൂ എന്ന് നൂഹ് നബി അലൈഹി സ്വലാം. ഒരു 2 വാതിലുള്ള ഒരു വീട്ടിന്റെ ഒരു വാതിലൂടെ കടന്ന് നടുക്ക് അല്പനേരം നിന്നു, എന്നിട്ട് തൊട്ടടുത്ത വാതിലൂടെ കയറിപ്പോകുന്ന ഒരു മാനസികമായ അവസ്ഥയെ എന്റെ ഈ ദുനിയാവിലെ 1000 കൊല്ലത്തെ ജീവിതത്തിലുള്ളൂ എന്ന് മഹാനായ നൂഹ് നബി അലൈഹി സലാം പറഞ്ഞു. അതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ച് ഉറുദു കവി പറഞ്ഞതാണ്, ഒരു മനുഷ്യന്റെ ജീവിതം എന്നത് മരക്കൊമ്പിൽ വന്നിരുന്ന് അല്പനേരം പാട്ടുപാടിപ്പോയ ഒരു കിളി. ആ കിളിയുടെ ആ പാട്ട് പോലെയാണ്. മരക്കൊമ്പിൽ വന്നിരുന്ന് പാട്ടുപാടി കുറെ നേരം അതിന്റെ ഭാഷയിൽ
അത് ശബ്ദമുച്ചരിച്ചിട്ട് ഒച്ച വെച്ചിട്ട് പറന്നുപോയ പോലെയാണ് ഈ ലോകത്തേക്കുള്ള ഒരു മനുഷ്യന്റെ കടന്നുവരല്. ജനിച്ചു വീഴുമ്പോൾ ഈ ഇരു കൈയും മുറുക്കിപ്പിടിച്ച് വരികയാണ്. ഉമ്മ ഞാൻ ജനിച്ചിരിക്കുന്നു, വാപ്പ ഞാൻ ജനിച്ചിരിക്കുന്നു, ഈ ലോകത്തെ മുഴുവൻ ജയിച്ചടക്കാനാണ് ഞാൻ കടന്നു വരുന്നത്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലം. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലം പറഞ്ഞു, ഈ ദുനിയാവിലെ ജീവിതം നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. ആ ഉറുദു കവി പറഞ്ഞത് എത്ര ശരിയാണ്. ജിന്ദഗി ഇൻസാൻ കി ഹേ മാനന്ദ മുർഹേ ഹുസ്നവാ ഷാദ് ബർദേടാ കോയി ദം ചഹ് ജഹായാ ഉത്ഖയാ. മരച്ചില്ലയിൽ വന്നിരുന്ന് കളകരാഗതം മുഴക്കിപ്പോയ ആ കിന്നാരം പറഞ്ഞു പോയ കിളിയുടെ ആ ശൈലി പോലെയാണ്. അത് കുറെ നേരം അതിന്റെ ഭാഷയിൽ ഉച്ചവെച്ചിട്ട് അത് പറന്ന് അടുത്ത മരക്കൊമ്പിലേക്ക് പോയ പോലെ ഈ ദുനിയാവിലേക്ക് ജീവിക്കുമ്പോൾ ജനിച്ചു വീഴുമ്പോ ഉമ്മ ഞാൻ ജനിച്ചിരിക്കുകയാണ്, എന്റെ ഇരു കൈകളും ഞാൻ മുറുക്കിപ്പിടിച്ചുകൊണ്ടാണ് ജനിച്ചു വീഴുന്നത്. ഇരു കൈകളും ഞാൻ മുറുക്കിപ്പിടിച്ചിട്ടാണ് ഈ ദുനിയാവിലേക്ക് ഞാൻ ജനിച്ചു വീഴുന്നത്. അത് നൽകുന്ന സന്ദേശം എന്താണ്? ഉമ്മ ഞാൻ ഈ ദുനിയാവിലുള്ളതിനെ എല്ലാം എന്റെ ഈ കൈക്കുള്ളിലാക്കാനാണ്. ഈ പ്രപഞ്ചവും അതിലുള്ള സകലമാന വസ്തുവകകളും ഈ കാണുന്ന രണ്ടുപേർ കൈകൾക്കുള്ളിലാക്കാനാണ് ഞാൻ ജനനമെടുത്തിരിക്കുന്നതെന്ന് ആ കുട്ടി പറഞ്ഞുകൊണ്ട് ഈ ലോകത്തേക്ക് വരികയാണ്. അവസാനം അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഇടപെടലോട്, അതേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരെങ്കിലും ഈ രണ്ട് കൈയും മുറുക്കിപ്പിടിച്ച് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? ജനിച്ചു വീഴുന്ന കുട്ടികളെ ഞാനും നിങ്ങളും കണ്ടവരാണ്. ഇരു കൈയും മുറുക്കിപ്പിടിച്ചുകൊണ്ടാണ് അവർ ഈ ലോകത്തേക്ക് ജനനമെടുത്തതെങ്കിൽ മരിക്കുമ്പോഴോ മരിക്കുമ്പോഴോ ഇരു കൈകളും നിവർത്തിപ്പിടിച്ചിരിക്കുകയാണ്. ഉമ്മ ഞാനൊന്നും കൊണ്ടുപോകുന്നില്ല, ഞാനൊന്നും കൊണ്ടുപോകുന്നില്ല. അതുകൊണ്ട് മഹാന്മാരായ മഹത്തുക്കൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചു, യാ മുയത്തിബുൽ ബനീന വമുയത്തിബു വമുയത്തിബുൽ ബനീന വൽ ബനാത്ത് വമുഫർരിഖുൽ ജമാഅത്ത് വഹാദിബുൽ ലദാത്ത് യാ ജാമിഅൽ മാൽ വൽ മുജ്തഹിദു ഫിൽ ബുനിയാൻ ലൈസ ലക മിൻ മാലിൻ ഇല്ല അൽ അക്ഫാൻ ബൽ ഹിയ വല്ലാഹി ലിൽ ഖറാബി വൽ ദഹാബ് വജിസ്മുക ലിൽ തുറാബി വൽ മാബ്. എത്രയോ കൃത്യമായി വളരെ വ്യക്തമായി ആ മഹാനായ കവി പറഞ്ഞതാണ്. പരിശുദ്ധമായ റമദാൻ വന്നിട്ട് എത്രയോ ചെറുപ്പക്കാർ അവസാന 10 പോലും വന്ന് പള്ളിയിൽ നിരതരായിരിക്കേണ്ട ഈ സമയം, പ്രിയമുള്ള സഹോദരങ്ങളെ, ഖേദകരമാണ് ഈ സമുദായത്തിന്റെ അവസ്ഥ. മുഹമ്മദുർ റസൂൽ ഈ സമുദായത്തിന് വേണ്ടി കരഞ്ഞുപോയി എന്ന് പലപ്പോഴും പല വേദികളിലും ഈ വേദികൾ തന്നെയും ഞാൻ പറഞ്ഞു പോയതാണ്. ഈ സമുദായത്തെ കാണാൻ ആഗ്രഹിച്ചു മുഹമ്മദുർ റസൂൽ, ഈ സമുദായത്തിന് വേണ്ടി നിലകൊണ്ടു മുഹമ്മദുർ റസൂൽ, ഈ സമുദായത്തിന് വേണ്ടി വിലപിച്ചു പോയി മുഹമ്മദുർ റസൂൽ, ഈ സമുദായത്തിന് വേണ്ടി വഫാത്തിന്റെ സമയത്ത് പോലും മഹദിയായ ഫാത്തിമത്തുസ് സഹ്റാ റളിയല്ലാഹു അൻഹാ ആ രംഗം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ അപകടകരമായ അവസ്ഥയാണ്. റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ആ രംഗം പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ഹബീബിന്റെ പുന്നാര മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹാ ആ മരണവേദനയുടെ രംഗം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയായിരുന്നു ആ രംഗം അതിജീവിച്ചതെന്ന് ഇൻഷാ അല്ലാഹ് വഫാത്തുൻ നബി എന്ന ഒരു വിഷയം 3 സീഡിയിലായി ഈ പോയ പരിശുദ്ധമായ റമദാന്റെ 16-ന് ഭീമാപള്ളിയിൽ തറാവീഹിന് ശേഷം 11:30 മണിക്ക് തുടങ്ങി 3:30 മണിക്ക് അവസാനിച്ച ആ സമയത്ത് വഫാത്തുൻ നബി എന്ന ഒരു വിഷയമെടുത്ത് സംസാരിക്കണമെന്ന് സംഘാടകർ ആവശ്യപ്പെട്ടതനുസരിച്ച് ആയിരക്കണക്കായ തിങ്ങി നിറഞ്ഞ സദസ്സിൽ വെച്ച് മുഹമ്മദ് റസൂൽ തങ്ങളുടെ വഫാത്തുമായി ബന്ധപ്പെട്ട് ആ വഫാത്തിന്റെ സമയത്ത് ഫാത്തിമ ബീവി വന്ന രംഗം, അസ്രായീൽ അലൈഹിസ്സലാം എന്ന രംഗം, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വേദനയുടെ ആ വേർപാടിന് ഹബീബിന്റെ മുഖം നോക്കുമ്പോൾ അസ്രായീലിന് നോക്കാൻ കഴിയാതെ മുഖം തിരിച്ചു കളഞ്ഞ രംഗം. ആ സമയത്ത് മുഹമ്മദ് റസൂലുള്ളാഹി ചോദിക്കുന്നു, ഗൈഡായി എല്ലാ സമയത്തും എന്നോടൊപ്പം ഉണ്ടായിരുന്ന ജിബ്രീല് എന്ത് ഈ സമയത്ത് നിങ്ങൾ മുഖം തിരിച്ചു കളഞ്ഞോ എന്ന് ചോദിക്കുന്ന രംഗം. എന്റെ വാപ്പിച്ച എന്റെ വേർപാട്, എന്റെ ദുഃഖമേ എന്ന് പറഞ്ഞ ഫാത്തിമ നിലവിളി
പ്രസരിക്കുന്ന രംഗം